സാധാരണ നമ്മൾ കേരളത്തിലെ ഇങ്ങനെ കാണാറ് വല്ല കല്യാണത്തിനോ അല്ലെങ്കിൽ സുസൽക്കാരത്തിൻ്റെയോ ദൃശ്യങ്ങളാണ്. കാരണം വണ്ടികൾ വന്ന് ചീറിപ്പാഞ്ഞ് വരുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞാൻ വന്നേക്കുന്ന ഒരു കല്യാണത്തിനല്ല കേട്ടോ, അത് പറയാൻ വേണ്ടിയിട്ടാണ്. നല്ല ഉച്ചഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്, നല്ല മീനും കൂട്ടിയിട്ട്. ആ ഒരു റെസ്റ്റോറൻറ്റിലെ തിരക്കാണിത്. ഓഫ്, എന്തൊരു തിരക്കാടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തിരക്ക്. ഈ കനത്ത പോളിംഗ് കേട്ടില്ലേ? ഇലക്ഷൻ സമയത്ത് കനത്ത പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോളിംഗ് എങ്ങനെ സാധിച്ചിട്ടാ? ഒരെണ്ണമാണ്. അതെ, അങ്ങനെ നല്ല ഫുഡിയാണോ? ഞാൻ ടേസ്റ്റിന്റെ ആളാണ്. വീട്ടിൽ അങ്ങനെയാണല്ലോ ഉണ്ടാക്കി തരുന്നത്. അനിയത്തിയാണല്ലോ. ഞങ്ങൾക്ക് ലാബാണ്. കേക്കണ്ടോ? പരീക്ഷണശാലയാണ്. ആണോ? പിന്നെ ഇവിടെ സ്ഥിരം വരാറുണ്ട്. എങ്ങനെയാ ചേട്ടാ? ഇവിടെ നിങ്ങൾക്ക് സീ ഫുഡ് കഴിക്കണമെന്ന് തോന്നിട്ട് ഫാസ്റ്റ് അടിക്ക് വരും. ഇവിടെ കാളാഞ്ചി സൂപ്പറാണ്. പിന്നെ ഈ പ്രോൺസിന്റെ ഓരോന്നിനും ഓരോ ടേസ്റ്റാണ്. നല്ല ഫ്രഷ് ഫിഷ് കിട്ടുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പ്രിഫർ ചെയ്യുന്നത്. ഹായ് ബ്രോ. എന്താ പേര്? വിഷ്ണു. വിഷ്ണു. ഞാൻ പോയിട്ട് കണ്ടു പറഞ്ഞു. മെയിൻ ഷെഫ് അല്ലേ? പിന്നല്ല. ഇത് ചെമ്പല്ലി. എന്താ? കാളാഞ്ചി. പിന്നെ ഇത് നമ്മുടെ മാന്തൽ. കാളാഞ്ചി, മാന്തൽ അതെല്ലാം തവ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അതാ ടേസ്റ്റ്. കാളാഞ്ചി തവ ചെയ്ത ഫ്ലേവർ എൻ്റെ ടേസ്റ്റാണെന്ന് അറിയാം. ഇത് കാളാഞ്ചി സ്ലൈസാണ്. കൊച്ചിയെ വെറുതെ ഒന്നല്ല അറബിക്കടലിനെ റാണി എന്ന് വിളിക്കുന്നത്. അറബിക്കടലിൽ എല്ലാ മീനും കൊണ്ടുവരാ ഈ കടയിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. മാന്തൽ, കാളാഞ്ചി, അവിടെ കരിമീനുണ്ട്, പിന്നെ ചെമ്മീൻ, കൂന്തള്, ഞണ്ട്, മത്തി, ആവോലി, നെയ്മീൻ. ഇത് കണ്ട നമ്മുടെ പെടക്കണ ചാള എടുത്തിട്ട് ഇങ്ങനെ വറുത്ത് വെച്ചേക്കുക. നല്ല സാമ്പാറും കൂട്ടി ഒരു ചാള എടുത്തിട്ട് ഇങ്ങനെ കഴുകി വിട്ടു. കരിമീൻ കഴിക്കും കിട്ടും കേട്ടോ. എന്നാൽ പോലും ചാള അല്ലെങ്കിൽ മത്തി, അതൊരു വികാരം തന്നെ. കള്ളുഷാപ്പിലാണല്ലോ കൊടമ്പുളി ഇട്ട തലക്കറി കിട്ടുക. ആ തലക്കറി ഇവിടെയുണ്ട്. തേങ്ങ അരച്ച തലക്കറി ഞാൻ അധികം പല സ്ഥലങ്ങളും കണ്ടിട്ടില്ല. സാധനം തീരാതെ ഒറ്റ തലകറി ഉള്ളൂ, ബാക്കിയെല്ലാം തീർന്നു. നല്ല നെയ്മീൻ്റെ തല കേട്ടോ. ചട്ടിച്ചോറ് സീ ഫുഡാണ്. മത്തി, അവിയൽ, ചെമ്മീൻ പീര, സമ്മന്തി, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്, ചെമ്മീൻ പേരയുണ്ട്. പിന്നെ ഓംലെറ്റും കൂടെ വരും. ഓംലെറ്റ് എത്തി. സെറ്റ്. പായസം എല്ലാ ദിവസവും ഉണ്ട്. അങ്ങനെ എല്ലാ ദിവസവും. ഇതാണ് പോഞ്ഞിക്കര കുസീഞ്ഞോയിലെ ഏറ്റവും വലിയ വെറൈറ്റി. ലൈവ് കിച്ചൺ നമ്മൾ കേട്ടുള്ളൂ. ലൈവ് കിച്ചൻ്റെ ഏറ്റവും എക്സ്ട്രീം ഐറ്റം ആണല്ലോ. നമ്മൾ ഡൈനിങ് അവിടെയാണെങ്കിൽ തൊട്ട് ഇവിടുത്തെ ഫിഷ് ഫ്രൈ ഏതാ വേണ്ട ഫിഷ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഫ്രൈ തരും. അല്ലാതെ ഫ്രൈ ചെയ്ത ഐറ്റം ടേബിളിലേക്ക് വേണോ ഏതാ ഐറ്റം ചോദിച്ചാൽ അങ്ങനെ വരും. ഇപ്പോൾ ഉറക്കത്തിന് മീൻ ചുടുട്ടേ. ഏറ്റവും ഇഷ്ടപ്പെട്ട മീനേതാ? നെയ്മീനോ? എന്താ ഇഷ്ടപ്പെട്ട മീനേതാ? നെയ്മീൻ. എല്ലാവരും മീനിൻ്റെ ആൾക്കാരാണ്. ഇത് കാളാഞ്ചി ഞങ്ങളുടെ സ്പെഷ്യൽ ചെമ്മീൻ, നെയ്മീൻ, ഏരി, കരിമീൻ മപ്പാസ്, പ്രോൺസ് തവ ഫ്രൈ, കാളാഞ്ചി തവ സ്ലൈസ്, ചെമ്പല്ലി. ഇത് ട്രയൽ മാത്രം. അപ്പുറം വേറെ ഉണ്ടല്ലോ? വേറെ ഇല്ല. അപ്പൊ എല്ലാം ഓരോ പ്ലേറ്റ് പോരട്ടെ അല്ലേ? പ്ലേറ്റ് പോരട്ടെ. നല്ല കപ്പയും കാന്താരിയും. ഇടുക്കിക്കാരെ ഫേവറേറ്റ് ഐറ്റം. ഞാൻ ഇടുക്കിക്കാരനാണല്ലോ. നല്ല സോഫ്റ്റ് മാന്തൽ. ശകലം പറഞ്ഞ
കാളാഞ്ചി അത്രയും സോഫ്റ്റ്. കാളാഞ്ചി തേങ്ങ അരച്ച്. ഇത് ഫ്രഷ് മീനാണ്. കാരണം നമ്മുടെ സിനിമാ താരങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർ, പിന്നെ നാട്ടുകാർ എല്ലാവരും മീൻ വിഭവം കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അപ്പോൾ വണ്ടി എടുക്കാൻ നേരെ അങ്ങോട്ട് പോരുക പോഞ്ഞിക്കര കുസിനിലേക്ക്. ഈ പൂ പോലത്തെ നെയ്മീൻ്റെ പേരില്ല, പൂ പോലത്തെ നെയ്മീൻ. MG റോഡിൽ KSRTCയിലേക്ക് പോകുന്ന വഴിക്കാണ്, അത് ചിറ്റൂർ റോഡിലാണ് പൂഞ്ഞിക്കര കുസീനോ. 12 മണി 12:30 ആകുമ്പോഴത്തേക്ക് എല്ലാ മീൻ ഐറ്റം എല്ലാം റെഡിയാവും. ഉച്ചഭക്ഷണം മാത്രമല്ല, വൈകുന്നേരം നല്ല ഭക്ഷണം. വൈകുന്നേരം വെറൈറ്റി കുറേ തവ ഐറ്റംസ്, അങ്ങനെ ഫിഷിൻ്റെ തവ ഐറ്റങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാലും ഗംഭീരമായിട്ടും അടിച്ച് പൊളിച്ച് കഴിച്ചു പോവാം. അപ്പോൾ എന്തായാലും അടുത്ത സ്ഥലത്ത് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.